ACCയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ACCയിലേക്ക് എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ACCയുടെ ഫ്ലെക്സിബിലിറ്റിയാണ്. ആൻഡ് ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ACCയുടെ ഒരുപാട് ആസ്പെക്ട്സിൽ അത് വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് ദർ ആർ വൈഡ് വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് ഏത് സെക്ടറിലേക്ക് പോകണം, ഏത് ടൈപ്പ് ഓഫ് റോളിലേക്ക് നമുക്ക് പോകണം എന്നുള്ളത് തന്നെ നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിലേക്ക് ആണെങ്കിൽ, ഓഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ, ഇനി ടാക്സേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ആണെങ്കിൽ, ഇനി ഞങ്ങളെപ്പോലെ ടീച്ചിങ് ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ തന്നെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇനി നിങ്ങൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് റിക്വയർമെൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ PR കിട്ടണമെന്നുണ്ടെങ്കിൽ അതും ഫ്ലെക്സിബിളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴ്സിന് മുമ്പ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ACCയുടെ 13 പേപ്പേഴ്സിന് മുമ്പാണ് ഞാൻ എൻ്റെ PR ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇത് വേണമെങ്കിൽ ഡ്യൂറിങ് ദ കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാം. അതായത് 13 പേപ്പേഴ്സ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ PR കംപ്ലീറ്റ് ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ACC കഴിഞ്ഞതിന് ശേഷം, അതായത് ക്വാളിഫൈഡ് ആയതിനു ശേഷം 13 പേപ്പർ പാസ്സായതിനു ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ PR ഫുൾഫിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വേറൊരു ഫ്ലെക്സിബിലിറ്റിയാണ്. ഇനി അത് മാത്രമല്ല, ACCയുടെ കോഴ്സ് സ്ട്രക്ചറിൽ തന്നെ നമ്മുടെ ഈ 13 പേപ്പേഴ്സിൽ തന്നെ ഫ്ലെക്സിബിലിറ്റി വരുന്നുണ്ട്. നിങ്ങൾ F ലെവൽ ഫണ്ടമെൻ്റൽ ലെവൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 9 പേപ്പേഴ്സ് കഴിഞ്ഞാൽ പിന്നെ 2 പേപ്പർ പ്രൊഫഷണൽ ലെവലിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 2 പേപ്പേഴ്സ് ചെയ്യാനുണ്ട്. ഈ 2 പേപ്പേഴ്സ് ആക്ച്വലി ഓപ്ഷണലാണ്. ദർ ആർ 4 പേപ്പേഴ്സ്. ഇതിനകത്ത് ഏതെങ്കിലും 2 നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വാസ് അഡ്വാൻസ്ഡ് ഓഡിറ്റ് ആൻഡ് അഷ്വറൻസ് ആൻഡ് അഡ്വാൻസ്ഡ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. അതുപോലെ ദർ ആർ 2 more പേപ്പേഴ്സ്. അത് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉണ്ട്, അഡ്വാൻസ്ഡ് ടാക്സേഷൻ ഉണ്ട്. അപ്പോൾ ഈ 4 പേപ്പേഴ്സിൽ ഏതെങ്കിലും 2 പേപ്പർ നിങ്ങൾ എടുക്കേണ്ടതുള്ളൂ. അത് ഏത് കോമ്പിനേഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതിലും ഫ്ലെക്സിബിലിറ്റി വരുന്നുണ്ട്. ഇനി എക്സാംസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ACCയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ റിമോട്ട് എക്സാംസ് എന്നുള്ള കാര്യം. ഈ കോവിഡിൻ്റെ ആ ഒരു ഔട്ട് ബ്രേക്ക് വന്ന സമയത്ത് 2020-2021 പല പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസിൻ്റെയും എക്സാംസ് ക്യാൻസലായി അല്ലെങ്കിൽ അത് നടക്കാണ്ടിരുന്ന സമയത്ത് ACC ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റിമോട്ട് എക്സാം എന്നുള്ളൊരു കാര്യം കൊണ്ട് സ്റ്റുഡൻസിന് വേണമെങ്കിൽ വീട്ടിലിരുന്നിട്ട് വരെ എക്സാം എഴുതാം. നിങ്ങൾക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരെയില്ല. നിങ്ങളുടെ സ്വന്തം റൂമിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് എക്സാംസ് എഴുതാൻ പറ്റും. അപ്പോൾ റിമോട്ട് എക്സാംസും ഉണ്ട് ആൻഡ് ഓഫ് കോഴ്സ് സെൻറ്റർ ബേസ് എക്സാംസ് എന്നുള്ള ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അടുത്തത് ഇതിൻ്റെ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. അതായത് ഇപ്പോൾ പേപ്പേഴ്സ് 1, 2, 3, 4, 5, 6, 7, 8, 9 അത് കഴിഞ്ഞിട്ട് P ലെവൽ പേപ്പേഴ്സ്, അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് യു ഫോളോ ദാറ്റ് സ്ട്രക്ചർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 1, 2, 3, 4 പേപ്പർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമീഡിയറ്റ്ലി PM എന്നുള്ള പേപ്പർ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇഫ് യു വോണ്ട് യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ടാക്സേഷൻ, അല്ലെങ്കിൽ യു ക്യാൻ ഈവൻ സ്റ്റാർട്ട് വിത്ത് FR ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അപ്പോൾ അതും ഏത് കോമ്പിനേഷൻസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം 4 എക്സാം സെറ്റിങ്സ് ഉണ്ട്. മാർച്ചിലും ജൂണിലും സെപ്റ്റംബറിലും ഡിസംബറിലും. നിങ്ങൾക്ക് മാർച്ചിൽ എഴുതണമെങ്കിൽ എഴുതാം, ജൂണിൽ എഴുതണമെങ്കിൽ എഴുതണ്ട, സെപ്റ്റംബറിൽ എഴുതണമെങ്കിൽ എഴുതാം. ഇനി മാർച്ച്, ജൂൺ, സെപ്റ്റംബർ സ്കിപ്പ് ചെയ്ത് ഡിസംബറിൽ മാത്രം എഴുതാം. ഇനി വേണമെങ്കിൽ 4 സിറ്റിങ്സിലും നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. അതും കുഴപ്പമില്ല. ആൻഡ് അറ്റ് എ ടൈം ഒരു എക്സാം സിറ്റിങ്ങിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 4 പേപ്പർ വരെ എഴുതാൻ പറ്റും. ഇഫ് യു വോണ്ട് യു ഗോ ഫോർ 3 പേപ്പേഴ്സ് ഓർ 2 പേപ്പേഴ്സ് ഓർ സിംഗിൾ പേപ്പർ ഓർ നോ പേപ്പേഴ്സ്. അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. ആൻഡ് ഏറ്റവും വലിയൊരു വേറൊരു ഫാക്ടറാണ് ഇതിൻ്റെ ഗ്രൂപ്പ് സ്ട്രക്ചർ ഇല്ല എന്നുള്ള അടുത്ത ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ ഗ്രൂപ്പ് സ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പേപ്പർ എഴുതി ഫെയിലായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ അത് മാത്രമേ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ആ പേപ്പറിൻ്റെ ബാക്കിയുള്ള ഗ്രൂപ്പ് പേപ്പേഴ്സിൽ നിങ്ങൾ പാസ്സായിട്ടുള്ള പേപ്പർ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ അതും മറ്റൊരു ഫ്ലെക്സിബിലിറ്റിയാണ്. പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇന്ത്യയിൽ മാത്രമാണെന്നുള്ളൊരു ലിമിറ്റേഷൻ ഇവിടെ ഇല്ല. പുറത്ത് മാത്രം എന്നുള്ള റെസ്ട്രിക്ഷൻ ഇവിടെ ഇല്ല. നിങ്ങൾക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാം, പുറത്ത് വർക്ക് ചെയ്യാം. അതിലും ഫ്ലെക്സിബിളാണ്. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അതും ഭയങ്കര ഫ്ലെക്സിബിളാണ്. നിങ്ങൾക്ക് ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഡിഗ്രി കഴിഞ്ഞ് വർക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഡിഗ്രിക്ക് മുമ്പേ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഡിഗ്രിയുടെ കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. 12th കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. 12th കൂടെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. 10th കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അങ്ങനെയും ചെയ്യാം. ആക്ച്വലി എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരുണ്ട് 10th എക്സാം പാസ്സാവുന്നതിൻ്റെ കൂടെ തന്നെ 1, 2, 3 പേപ്പേഴ്സ് ACCയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടൊരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടും കൺവീനിയൻ്റ് ആയിട്ടും Xylemത്തോടൊപ്പം ചെയ്യാൻ പറ്റും. യു ക്യാൻ ഗോ ഫോർ ഓൺലൈൻ ക്ലാസ്സസ്, ഓഫ്ലൈൻ ക്ലാസ്സസ്, hybrid classes, or you can even make use of Xylem learning app. So come join us to be a commerce pro.